ഇന്ന് ബനാന കൊണ്ടുള്ളൊരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവർ മുഴുവൻ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഏത്തപ്പഴം വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് ഏത്തപ്പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഉടയ്ക്കുന്നത് ചൂടാറി കഴിഞ്ഞാണ് ഉടയ്ക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി ഉടച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടും. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുവാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ഇനി ഉടയാനായിട്ട് കട്ടായിട്ട് കിടപ്പുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഉടച്ചെടുത്ത ഏത്തപ്പഴത്തിലോട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ കൂടി ഇടുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഇടാവുന്നതാണ്. അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ ഇട്ട് കൊടുക്കാവുന്നതാണ് മൈദ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴത്തിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ കാഡ്ബറിയുടെ ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏത്തപ്പഴത്തിൻ്റെ മിക്സർ എടുത്ത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ശകലം കയ്യിൽ എണ്ണ പറ്റുന്നത് നന്നായിരിക്കും. അതുപോലെ ബാക്കിയുള്ള ഏത്തപ്പഴത്തിൻ്റെ മിക്സറും പരത്തി ചോക്ലേറ്റ് വെച്ച് ഉരുളയാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചോക്ലേറ്റ് വെച്ച് ഉരുളാക്കി എടുത്തിരിക്കുന്ന ഏത്തപ്പഴം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കടായി വെച്ചിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബനാന ബോൾസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അതുപോലെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. ചോക്ലേറ്റ് ഒക്കെ വെച്ചുള്ള ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് ഡയറക്റ്റ് ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതായിട്ട് കാണുന്നവരെ ഇത് ഫുൾ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ.